അതേപോലെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേനും അതിനകത്ത് കുറേ ദിവസം കഴിയുമ്പോഴത്തേന് അതങ്ങ് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ തൊലിയിലൊക്കെ ആകത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് വെക്കുമ്പോഴത്തേന് കനിച്ച് പോകാറുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണയ്ക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല കനിച്ച് പോവില്ല. നമ്മൾ ആ ഉപ്പ് അതിനകത്തോട്ട് ഇറങ്ങിക്കോളും കേട്ടോ, താഴോട്ട് ഇറങ്ങിക്കോളും. ഇത് സ്വല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി. എണ്ണ എപ്പോഴും നല്ല ഒരു മണത്തിലും രുചിയിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി ഒരുപാട് മേടിച്ചിടുന്ന സമയത്ത് അതിനകത്ത് ഒരെണ്ണം നമുക്ക് അഴുകിപ്പോയാൽ പിന്നെ ബാക്കിയുള്ള ഉള്ളികളെല്ലാം ചീത്തയായി പോകാറുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും അതൊക്കെ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഉള്ളികളൊന്നും ചീത്തയായി പോവില്ല കേട്ടോ. പിന്നെ അതേപോലെ അടിയിൽ നല്ലൊരു കട്ടിയുള്ള പേപ്പർ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, പ്ലാസ്റ്റിക് പേപ്പർ ഇടരുത്, നല്ല കട്ടിയുള്ള പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഉള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ചീത്തയാവാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് എത്ര നാൾ വേണമെങ്കിലും ഉള്ളി നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ റവയൊക്കെ പെട്ടെന്ന് പുഴു കയറി പോകാറുണ്ട്. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്വല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം റവ എപ്പോഴും നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നത് മാത്രമല്ല അതിനകത്ത് വണ്ടും പുഴുവും ഒന്നും ഉണ്ടാവാതെ തന്നെ എപ്പോഴും നമ്മൾ റവ എപ്പോഴും ഉപയോഗിക്കാറില്ലല്ലോ, മാറ്റി വയ്ക്കും. അപ്പം മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വയ്ക്കുകയാണെങ്കിൽ റവയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല കേട്ടോ.